നമസ്കാരം. മകൻ ഒരു വലിയ സിനിമാ താരമാണെന്ന ഭാരം കൊണ്ടു നടക്കാത്ത അമ്മ. മകൻ്റെ ഓരോ ചലനവും ശ്രദ്ധിച്ചിരുന്നത് ആ അമ്മയായിരുന്നു. വീട്ടിൽ വർഷങ്ങളായി സൂക്ഷിക്കുന്ന മകൻ ഒരു വയസ്സോ എഴുന്നൊക്കെ നടക്കുന്ന പ്രായം മുതലുള്ള ഫോട്ടോയുള്ള കുറേ ആൽബങ്ങളുണ്ടായിരുന്നു. അത് റീകോപ്പി ചെയ്യാനായി ഞാൻ വാങ്ങിക്കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാമെന്നായിരുന്നു ഞാൻ വാക്ക് പറഞ്ഞിരുന്നത്. ഞാനല്ലേ ആള്. 4 നാൾ കഴിഞ്ഞിട്ടും അത് കൊണ്ടു കൊടുത്തില്ല. 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ അമ്മയ്ക്ക് വല്ലാത്ത ഉത്കണ്ഠയായി. അത് ശരിക്കും അറിഞ്ഞവനാണ് ഞാൻ. കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഫിലിം നൈറ്റ് എന്ന ദൈവാരികയുടെ മോഹൻലാൽ സ്പെഷ്യൽ ഇറക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഞാൻ വടമുകളിലെ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ജീവനറ്റ് കിടന്ന ആ അമ്മയെ നോക്കി നിന്നപ്പോൾ ഞാൻ ആദ്യമായി ആ അമ്മയെ കണ്ടത് ഓർത്തുപോയി. ഞാൻ ഈ ആൽബം വാങ്ങിക്കാനും ആ വീടിൻ്റെ ഫോട്ടോകൾ എടുക്കാനും അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഫോട്ടോ എടുക്കാനാണ് ചെന്നത്. അപ്പം മോഹൻലാൽ വിളിച്ച് പറഞ്ഞിരുന്നു, ഇങ്ങനെ ദിനേശ് എന്ന് പറഞ്ഞൊരാൾ വരും, ഫോട്ടോഗ്രാഫറും ഉണ്ടാവും, അവർക്കെല്ലാം സഹായം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. കാരണം അദ്ദേഹവും സിനിമയിലെ തുടക്കകാലം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇന്നത്തെ പേരും വിലയൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേര്, ഞാനും ശ്രീകുമാറുമായിട്ടാണ് ചെന്നത്. ഇപ്പോൾ ചലനം പറ്റി കിടക്കുന്ന അമ്മയെ കണ്ടപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ഓർത്തത്. ആദ്യം വീടിൻ്റെ മുക്കും മൂലയും വരെ ആ അമ്മ ഞങ്ങളെ കൊണ്ടു കടന്ന് കാണിച്ചു. ഓരോ മുറിക്കും അമ്മയ്ക്ക് ഓരോ കഥ പറയാനുണ്ടായിരുന്നു. താഴെ ഇറങ്ങി വരുമ്പോൾ അവിടെ ഐശ്വര്യം പോലെ നിൽക്കുന്ന ഒരു കരിവീട്ടിലുള്ള ഒരു വലിയ ആന, എനിക്ക് തോന്നുന്നു 5 അടിയോളം പൊക്കം വരും, ഒരു ആന നിപ്പട്ട് ഇറയത്ത്. അപ്പോൾ ശ്രീകുമാറിന് തോന്നി അതിൻ്റെ കൂടെ അമ്മയെ നിർത്തി ഒരു പടം എടുക്കാമെന്ന്. അമ്മ ഒരു പ്രശ്നമില്ല, അമ്മ ഒന്ന് പടം എടുക്കാൻ ആനയെ പിടിച്ചോണ്ട് നിന്നു. പടം എടുത്ത ശേഷം എന്നോട് ആ അമ്മ പറഞ്ഞത്, മോനെ, ഈ ഫോട്ടോയ്ക്ക് കൊടുക്കേണ്ട അടിക്കുറിപ്പ് ഞാൻ പറയാം, 2 കുട്ടി ആനകൾ എന്ന് കൊടുക്കണം എന്നോട് ചിരിച്ചോണ്ട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അമ്മയും ഏറെക്കുറെ ആനയെ പോലെ തന്നെ. അമ്മ അല്പം പൊക്കക്കുറവും നല്ല വണ്ണവും നല്ല ഐശ്വര്യമുള്ള വലിയ ചന്ദ്രനെ പോലുള്ള മുഖമൊക്കെ അല്ലേ മോഹൻലാലിൻ്റെ അമ്മയ്ക്ക്. ചുമ്മാതല്ല, മോഹൻലാലിൻ്റെ നർമ്മബോധത്തിൻ്റെ രഹസ്യം ഈ അമ്മയുടെ വയറ്റിലല്ലേ അദ്ദേഹം കിടന്നതെന്ന് അന്നും ഓർത്തു, ചലനമറ്റ് കിടക്കുന്ന അമ്മയെ നോക്കിയപ്പോഴും ഓർത്തു. ഐശ്വര്യമുള്ള അമ്മ. അവിടുന്ന് തിരിച്ചു നടക്കുമ്പോൾ ഞാൻ വെറുതെ ചിന്തിച്ചു, ജ്യേഷ്ഠൻ മരിച്ചു, മോഹൻലാലിൻ്റെ അച്ഛൻ മരിച്ചു, ഇപ്പോൾ അമ്മയും മരിച്ചു. പേരുണ്ട്, പ്രശസ്തിയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ചുറ്റിനും എപ്പോഴും സന്തോഷം പകരാൻ കുറേ എർത്തുകൾ കൂടെ ഉണ്ട്. ഹോട്ടൽ മുറി, പക്ഷേ ഹോട്ടൽ മുറിയിൽ ചമയങ്ങളെല്ലാം അഴിച്ചു വെച്ച് മേക്കപ്പ് എല്ലാം തുടച്ച ശേഷം കുളിച്ച് വന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ മഹാനടൻ ഒരു നിമിഷമെങ്കിലും ഇനി ചിന്തിക്കും, ഞാനിപ്പോൾ അനാഥനാണെന്ന്. ഞാൻ സദാ ചിന്തിക്കുന്ന വിഷയമാണത്. എൻ്റെ അച്ഛൻ മരിച്ചു, എൻ്റെ അനുജൻ ആത്മഹത്യ ചെയ്തു, അമ്മയും അകാലത്ത് മരിച്ചു, ഭാര്യയുണ്ട്, മകനുണ്ട്. എന്നാൽ ഞാൻ അനാഥനല്ലേ എന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. വർഷങ്ങളായി ആ അമ്മ കിടപ്പിലായിരുന്നു. എത്ര കോടികൾ വേണമെങ്കിലും മുടക്കാനാകാവുന്ന മകനുണ്ടെങ്കിലും മാറ്റിയെടുക്കാൻ ആകാത്ത സ്ട്രോക്കായിരുന്നു അമ്മയ്ക്ക്. പിന്നെ പ്രായം 90 വയസ്സായില്ലേ. മകൻ പൊന്നുപോലെ നോക്കി ആ അമ്മയെ. കാരണം അമ്മയുടെ മകനായിരുന്നു മോഹൻലാൽ. ഇടയ്ക്കെപ്പോഴോ കുറച്ച് നാൾ തിരുവനന്തപുരത്ത് കാർഷിക കോളേജിനടുത്ത് എവിടെയോ മോഹൻലാലിന് കെട്ടിടമുണ്ട്, അവിടെ കുറച്ച് ദിവസം വേറെന്തോ ട്രീറ്റ്മെൻറ്റുമായിട്ട് അമ്മയെ കൊണ്ടുവന്നിരുന്നു എന്ന് ആരോ എന്നോട് പറഞ്ഞു. അങ്ങനെ കിടക്കുന്ന, അസുഖമായി കിടക്കുന്ന അമ്മയെ പോയി കാണാൻ ചെന്ന് അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ തിരക്കി പോകാത്തത്. പലപ്പോഴും ഞാൻ ആലോചിച്ചൊരു കാര്യം, അമ്മ
അസുഖബാധിതയായി പരിചരണക്കാരൻ്റെ സംരക്ഷണയിൽ കിടക്കുമ്പോഴും മലൈക്കോട്ട വാലിബനൊക്കെ ചിത്രീകരിക്കാൻ രാജസ്ഥാനിലൊക്കെ പോയപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന ഈ മകൻ സ്വസ്ഥമായി നിന്ന് അഭിനയിച്ചിരിക്കുമോ എന്നാണ് എനിക്ക് സംശയം. സദാസമയം അമ്മയെപ്പറ്റി ആലോചിക്കുമ്പോൾ, രാജസ്ഥാൻ പോലെ ഇത്രയും ദൂരെ പോയി അഭിനയിക്കുമ്പോൾ അമ്മ അവിടെ സുഖമായിരിക്കുന്നോ, അമ്മയ്ക്ക് വല്ല അസ്കിതയുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ അദ്ദേഹം ആലോചിച്ചിരിക്കുക. അങ്ങനെ ആലോചിച്ചാൽ അഭിനയം മോശമാവും. അമ്മ എന്ന ചിന്ത മാറ്റിവെച്ച് ആ മകന് അഭിനയിക്കണമെങ്കിൽ എത്രമാത്രം മാനസിക സംഘർഷം വർഷങ്ങളോളം ആ മകൻ മനസ്സിൽ സൂക്ഷിച്ചിരിക്കാം. ഇതായിരുന്നു എൻ്റെ ചിന്ത. 11 ദിവസമാണ് ആകപ്പാടെ എൻ്റെ അമ്മ കിടന്നത്. 1 മാസത്തോളം അമ്മ അരി ഭക്ഷണം കഴിച്ചതേയില്ല. ഞാൻ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അമ്മയ്ക്ക് ശാരീരിക അവശതയല്ല, മാനസികമായ അവശതയാണ്. അല്ലേ അമ്മ എന്ന് ഡോക്ടർ ചോദിച്ചു, ഡോക്ടർ വിജയകുമാർ. അപ്പോൾ അനുജൻ ആത്മഹത്യ ചെയ്ത ശേഷം അനുജന് അമ്മ ഉച്ചയ്ക്ക് ചോറ് ഉരുട്ടി കൊടുത്തിട്ട് അമ്മയെ അവൻ നിർബന്ധിച്ച് കുളിക്കാൻ അയച്ചിട്ടാണല്ലോ അവൻ്റെ വീട്ടിലെ മുറിയിൽ കയറി അവൻ തൂങ്ങി മരിച്ചത്. അവിടെ മുതൽ അമ്മ മാനസികമായ സംഘർഷത്തിലായിരുന്നു. അതേ തുടർന്ന് പിന്നെ അമ്മയ്ക്ക് കിട്ടിയ വലിയ മാനസിക പീഡനങ്ങളുണ്ട്. പക്ഷെ ഞാനത് പറയുന്നില്ല. താൻ ആർക്ക് വേണ്ടി ജീവിച്ചോ അവർ അമ്മയെ തള്ളി പറഞ്ഞതിൻ്റെ ആഘാതമാണ് എൻ്റെ അമ്മയുടെ അകാലത്തിലുള്ള മരണം. നിന്നോടൊരു കാര്യം പറയാനുണ്ട്, പറയാം എന്ന് മാത്രം അമ്മ എന്നോട് പറഞ്ഞ് അവസാനിപ്പിച്ച എന്തോ ഒരു രഹസ്യം അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. 3 നേരത്തെ ഭക്ഷണം ക്രമേണ അമ്മ 2 നേരമാക്കി, രാവിലെയും രാത്രി. പിന്നെ അത് 1 നേരമാക്കി. പിന്നെ ഭക്ഷണങ്ങൾ വേണ്ടാതായി. അങ്ങനെയാണ് അമ്മയെ ഞാൻ ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ചത്. അമ്മയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, മാനസിക സംഘർഷമാണ് പ്രശ്നം. എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ അമ്മയ്ക്ക്? അപ്പോൾ ഞാൻ ഡോക്ടറോട് സത്യം തുറന്നു പറഞ്ഞു. അമേരിയിൽ നിന്ന് ചോറ് ഉരുട്ടി വാങ്ങി അമ്മ വായിൽ വെച്ച് കൊടുക്കുന്നത് കഴിച്ച് വയറ് നിറഞ്ഞപ്പോൾ മതി എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ വയസ്സായി വരെയല്ലേ ഇങ്ങനെ ഈ വെയിലത്തൊക്കെ കുളിക്കാതെ ഈ തണുപ്പ് കയറിയിട്ടാണ് കുളിച്ച് അസുഖം വരുത്തി വയ്ക്കാൻ പോകണമെന്ന് അമ്മയെ നിർബന്ധിപ്പിച്ച് ബാത്റൂമിൽ കുളിക്കാൻ വിട്ടിട്ട് അമ്മ കുളിച്ച് കയറി തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹം ബെഡ്റൂമിൽ തൂങ്ങി നിൽക്കുന്നു. എന്താണ് കാരണമെന്ന് അപ്പോഴെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇൻഷുർ എന്ന് പറഞ്ഞൊരു പൗഡർ എഴുതി തന്നു. 3 നേരം പാലിൽ കലക്കി കൊടുക്കണം. 6 മാസം അരി ആഹാരം കഴിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവും അമ്മയ്ക്ക് ഉണ്ടാകില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. സമ്മതിച്ച് പോന്നു. അമ്മ അത് കഴിച്ചു. അതും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മടുത്തു. അമ്മ പറഞ്ഞു, പാലിൽ വേണ്ട, കഫം ഫോം ചെയ്യും. അങ്ങനെ പാലൊഴിവാക്കി ചൂടുവെള്ളത്തിലാക്കി പിന്നെ ആ പൗഡർ കലക്കി കൊടുക്കുന്നത്. ക്രമേണ അമ്മ അത് 3 നേരം എന്നുള്ളത് 2 നേരമാക്കി. പിന്നെ അത് 1 നേരമാക്കി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നിർബന്ധിച്ച് കുടിപ്പിക്കേണ്ട അവസ്ഥയായി. എനിക്ക് സഹോദരിമാരില്ലല്ലോ, അനുജനുമില്ല. സിന്ധുവിനാണെങ്കിൽ അമ്മയെ എടുക്കാവുന്ന ആരോഗ്യവുമില്ല, കൈക്ക് പ്രശ്നമുള്ള ആളാണ്. ഞാൻ എൻ്റെ അമ്മയെ എടുത്ത് ടോയ്ലറ്റിൽ കൊണ്ടിരുത്തുമ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത വിഷമം. അപ്പോൾ അമ്മ കരയും. അപ്പം ഞാൻ അമ്മയെ ആശ്വസിപ്പിക്കുമായിരുന്നു. അമ്മയുടെ മോനല്ലേ അമ്മ ഞാൻ, എന്തിനാ കരയുന്നത് എന്ന് ചോദ്യമൊന്നും അമ്മ കേട്ടതായി ഭാവിച്ചതേയില്ല. ഞാൻ എന്തോ കഴിഞ്ഞ ജന്മം പാപം ചെയ്തുകൊണ്ടായിരിക്കാം എൻ്റെ ചെറുക്കൻ എന്നെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടാക്കേണ്ടി വന്നതെന്നൊക്കെ അമ്മ വിചാരിച്ചിരിക്കാം. അമ്മയോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ അക്കാലത്ത് അമ്മയോട് ചോദിച്ചു. അമ്മ എന്നെയോ എൻ്റെ അനുജനെയോ മോനെയെന്നോ മക്കളെയെന്നോ ഒന്നും വിളിക്കില്ല. ശങ്കരൻ, ദിനേശൻ ഇങ്ങനെ വിളിക്കൂ. അടുത്ത വീട്ടിലെ കുട്ടികളെയൊക്കെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് അവർ വിളിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ അങ്ങനെ വിളിക്കില്ലായിരുന്നു, പേര് പറഞ്ഞേ വിളിക്കുള്ളായിരുന്നു. പക്ഷേ ഞാൻ എന്തെങ്കിലും തെറ്റ് അമ്മയോട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച രാത്രി അമ്മ എന്നെ മോനെ എന്ന് വിളിച്ചു. നീ എൻ്റെ പൊന്നു മോനല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ അമ്മയുടെ വിരലുകൾ പരതി നടന്നു. എൻ്റെ തലയിൽ
അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട് എന്ന് ഞാൻ ചോദിച്ചു. ഉണ്ട്, എന്നാൽ അമ്മ പറയാം, സമയമാവട്ടെ എന്നമ്മ പറഞ്ഞു. പിറ്റേന്ന് നേരം പുലരുമ്പോൾ വെളുപ്പകല ഒരു 3-3:30 മണിയാകുമ്പോൾ ഞാൻ എണീക്കും. അമ്മയ്ക്ക് ഇളം ചൂട് വെള്ളം ഉണ്ടാക്കിയിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ പോട്ടർമാർ ഈ സപ്ലൈക്കാർ കൊണ്ട് നടക്കുമ്പോൾ വിളിക്കില്ലേ, ഇഡ്ഡലി വട എന്ന് വിളിക്കും പോലെ ഞാൻ ചൂടുവെള്ളം എന്ന് വിളിച്ചോണ്ട് ചെല്ലും അമ്മ ഉണരാനായിട്ട്. അങ്ങനെ ഒരു 3:30 മണിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കിക്കൊണ്ട് ഞാനിങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് കയറി ചെല്ലുമ്പോൾ എൻ്റെ അമ്മ ചലനമറ്റ് കിടക്കുന്നു. അമ്മ പോയി. പ്രിയപ്പെട്ട മോഹൻലാൽ, താങ്കളുടെ അമ്മയുടെ ചലനമറ്റ ശരീരം നോക്കി തൊഴുമ്പോൾ താങ്കളുടെ മനസ്സിൽ അലയടിക്കുന്ന ഓർമ്മകളെ പറ്റിയായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ. ആൻ്റണി പെരുമ്പാവൂർ എന്നെ താങ്കളുടെ അടുത്ത് എത്തിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ നോക്കി തൊഴുതു. പക്ഷേ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ കൈ നീട്ടാണ് ചെയ്തത്, ഷേക്ക് ഹാൻഡ് തരാൻ. അതിനിടയ്ക്ക് ഞാൻ തൊഴുതപ്പോൾ അദ്ദേഹം കൈ പിൻവലിച്ചു. ഞാൻ തൊഴുത ശേഷം ഞാൻ കൈ നീട്ടി. അപ്പോൾ അദ്ദേഹം എനിക്ക് കൈ തന്നു. ആ കൈകൾക്ക് നല്ല ചൂടായിരുന്നു. എനിക്ക് തോന്നുന്നു മനസ്സിലെ സംഘർഷമായിരിക്കാം, നല്ല ചൂടായിരുന്നു ആ 2 കൈകൾക്കും. ഒരു മുഖത്ത് മായാതെ നിൽക്കുന്ന ഒരു പുഞ്ചിരിയോടെയാണ് മോഹൻലാൽ എല്ലാവരെയും സ്വീകരിച്ചത്. ചിലരെ കെട്ടിപ്പിടിച്ചു, ചിലരൊക്കെ ഷേക്ക് ഹാൻഡ് എടുത്തു, ചിലരെ നോക്കി തൊഴുതു, ചിലരെ കൂടെ ഇരുന്നു. പക്ഷെ ആ ചിരി മാഞ്ഞിട്ടേ ഇല്ലായിരുന്നു മോഹൻലാലിൻ്റെ. അമ്മയ്ക്ക് 90 വയസ്സായി, വർഷങ്ങളോളമായി കിടപ്പിലാണ്. ദേഹമൊന്നും പൊട്ടാതെ നല്ല വൃത്തിയായി കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് എല്ലാ ദിവസവും അമ്മ ഇരുന്നുവെങ്കിലും അല്ലെങ്കിൽ കിടന്നുവെങ്കിലും അധികം കഷ്ടപ്പെടാതെ എൻ്റെ അമ്മ പോയല്ലോ എന്നായിരിക്കാം അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അപ്പോഴത്തെ വിചാരം. അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ എല്ലാവരും കൂടൊഴിഞ്ഞു. മുടവുമുകളിലെ ഹിൽ വ്യൂ എന്ന് പറഞ്ഞ ആ വീട്ടിൽ ഇനി മോഹൻലാൽ മാത്രം. പക്ഷെ അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോഴും ഇപ്പോൾ ഒറ്റയ്ക്ക് അവിടെ ഒന്നും താമസിക്കാറില്ല എന്ന് തോന്നുന്നു. ഹോട്ടലിലേ താമസിക്കും. കാരണം ഓർമ്മകൾ വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ആ ചൂട് ആ കൈവെള്ളയിൽ ഉണ്ടായിരുന്നു. ഞാൻ മാത്രമേ ഇനി ഹിൽ വ്യൂവിലുള്ളൂ എന്നുള്ള ചൂട്. സ്വർഗവാതിൽ ഏകാദശി ദിവസമാണ് ലാലേട്ടൻ്റെ അമ്മ മരിച്ചത്. അതുകൊണ്ട് തന്നെ പറയാം, പുണ്യവതിയായ അമ്മയായിരുന്നു അവർ. കാരണം ഇനി ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം മരിക്കുന്നവർക്ക് ജീവിതത്തിൽ ഇനി അവരുടെ ആത്മാവിന് പുനർജന്മമില്ല. അപ്പം നല്ല ദിവസത്തിലാണ് 90 വയസ്സുകാരിയായ ശാന്തകുമാരി അമ്മ എന്ന മലയാളത്തിന് പ്രശസ്തനായ, മലയാളിക്ക് അഹങ്കരിക്കാവുന്ന തരത്തിലുള്ള ഒരു മകനെ സമ്മാനിച്ച അമ്മ വിട പറഞ്ഞത്. ആ അമ്മയ്ക്ക് മനസ്സിൽ തട്ടി എൻ്റെ ആത്മാഞ്ജലി നേരുന്നു.